കൃപാസന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് യേശുനാമത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും സ്തുതി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് ബിജി വിനോദ്. ഞാൻ തൊടുപുഴയ്ക്കടുത്ത് നെടിയകാട് ഇടവകയിൽ നിന്ന് വരുന്നു. 2022 ജനുവരി 20 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കൊരു ഭവനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് അമ്മ ഇവിടുന്ന് നല്ലൊരു ഭവനം നൽകി അനുഗ്രഹിക്കുകയുണ്ടായി. എൻ്റെ കൂടെ വന്നത് എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ആൻഡോയാണ്. ഇതെൻ്റെ അനിയൻ്റെ മകൾ അൽഫോൻസയാണ്. മോൻ്റെ കൂട്ടുകാരൻ്റെ സാക്ഷി ഞാൻ ഇതിനു മുമ്പൊന്ന് പറഞ്ഞിരുന്നു. അവന് വീട് പണിതുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മുറ്റത്തിൻ്റെ തിട്ട ഇടിഞ്ഞ് ഇവൻ താഴേക്ക് പോവുകയുണ്ടായി. അവിടെ മീൻ ഇട്ടിരുന്ന അക്വേറിയമായിരുന്നു കൂട്ടി വെച്ചിരുന്നത്. ആ അക്വേറിയത്തിലേക്ക് വീണ് കാലിൻ്റെ അക്വേറിയത്തിൻ്റെ ചില്ല് പൊട്ടി കാലിൻ്റെ മുട്ട് കുറേ പൊളിഞ്ഞു പോവുകയുണ്ടായി. അവിടെ ഡോക്ടറെ കോലഞ്ചേരി കൊണ്ട് ഞങ്ങൾ കാണിച്ചപ്പോൾ ഡോക്ടർ സ്റ്റിച്ചിട്ടു. പക്ഷേ 16 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അവൻ ഏറ്റു നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവൻ്റെ വീട് പണിയുടെ സമയമായതുകൊണ്ട് ഞാനാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഈ മോനെ നോക്കിയത്. അതിനുശേഷം ഡോക്ടറെ കൊണ്ട് കാണിച്ച് സ്റ്റിച്ച് വെട്ടി കഴിഞ്ഞപ്പോൾ അവന് മുട്ട് മടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ആ ഡോക്ടറോട് ചോദിച്ചു, ഇവനെ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫിസിയോതെറാപ്പി വേണ്ട, അല്ലാതെ തന്നെ മുറിവെണ്ണയൊക്കെ ഇട്ട് പുരട്ടിയാൽ മതി, കൊച്ചിൻ്റെ കാല് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം 2-3 ആഴ്ച കഴിഞ്ഞിട്ടും കൊച്ചിന് നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളെ ഇവിടുത്തെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസന തൈലം മുട്ടിൽമേ പുരട്ടി കൊടുക്കുമായിരുന്നു, ഉപ്പ് കഴിക്കാൻ കൊടുക്കുമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു കൊച്ചിന് ഫിസിയോതെറാപ്പി ചെയ്യേണ്ടതായിരുന്നു, സമയം വൈകിപ്പോയി, ഇനി ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു. അവർ ഏകദേശം ഒരു 15 ദിവസത്തോളം ഫിസിയോതെറാപ്പി ചെയ്തു. അതിലൂടെ കൊച്ചിന് സൗഖ്യം കിട്ടിയിരുന്നില്ല. 150 ഡിഗ്രിയോളമാണ് കാല് പുറകോട്ട് വരേണ്ടിയിരുന്നത്. അതിനൊരു 90 ഡിഗ്രി ആകുമ്പോഴേക്കും ഇവൻ കാറി ആശുപത്രി പൊളിക്കുമായിരുന്നു. അത്രമാത്രം ഭയങ്കര വേദനയായിരുന്നു. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം ഇവന് നടക്കാനൊന്നും പറ്റത്തില്ലാതെ കട്ടിലയിലേക്ക് കാല് നമ്മളെ എടുത്ത് വെച്ച് കയറ്റി കൊടുക്കുമ്പോഴാണ് അവന് കട്ടിലെ കിടക്കാനോ കസറിലിരിക്കാനോ ഒക്കെ പറ്റുമായിരുന്നുള്ളൂ. നടക്കുമായിരുന്നു, പക്ഷേ മുട്ട് പുറകോട്ട് മടങ്ങുകയില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഞങ്ങളുടെ അടുത്തുനിന്ന് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മരം വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവൻ ആ മരത്തിൽ കൂടി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് മരത്തിൽ കൂടി കിടന്നിരുന്ന മരത്തിൻ്റെ മുകളിൽ കൂടി അവൻ ചവിട്ടി നടക്കുകയുണ്ടായി. അപ്പോൾ കാൽ വഴുതി അവൻ പെട്ടെന്ന് താഴേക്ക് ചാടി. താഴേക്ക് ഒരു ഇച്ചിരി ആഴമുണ്ടായിരുന്നു. അവിടെ അവൻ അറിയാതെ തന്നെ കാൽ പെട്ടെന്ന് മടങ്ങുകയും ചുള്ളിക്കമ്പുകൾ ഒടിയുന്ന രീതിയിലുള്ള ശബ്ദമാണ് കാലിൻ്റെ മുട്ടിൽ നിന്ന് കേട്ടത്. പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയാണ്. ഡോക്ടർ പറഞ്ഞിരുന്നു ശരിയായിട്ടില്ലെങ്കിൽ കാല് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന്. അമ്മയുടെ വലിയൊരു കൃപയാൽ കാല് ഒരു കുഴപ്പവും കൂടാതെ ശരിയാവുകയും പിന്നീട് അവനെ എല്ലാ ജോലികളും ചെയ്ത് സാധാരണ നമ്മൾ നടക്കുന്ന പോലെ തന്നെ എല്ലാം ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും വലിയ കൃപയാൽ നടത്തി തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇത് എൻ്റെ അനിയൻ്റെ മോള് അൽഫോൻസയാണ്. അവൾക്ക് ഹാർട്ടിന് എപ്പോഴും ഒരു ഇടുപ്പ് അനുഭവപ്പെടുമായിരുന്നു 12 വയസ്സുള്ളപ്പോൾ. അപ്പോൾ ഇവൾ എപ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും എൻ്റെ ചങ്കിൽ എന്തോ ഒരുന്നുണ്ട്, ഭയങ്കര ശബ്ദം കേൾക്കാമെന്ന്. ഞങ്ങൾ കൈവച്ച് നോക്കുമ്പോൾ ചങ്ക് ഭയങ്കരമായിട്ട് ഇടിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഇവൾ ചാടുകയും ഓടുകയും ഡാൻസ് കളിയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് അനുഭവപ്പെട്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ഡോക്ടറെ എക്കോ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. ആ എക്കോയിലൂടെ ഡോക്ടർ പറയുകയുണ്ടായി ഹാർട്ടിൻ്റെ വാൽവിന് ചെറിയൊരു വളവുണ്ടെന്ന്. അതുകൊണ്ട് ഏകദേശം 18 വയസ്സാകുമ്പോഴേക്കും ഇത് ശരിയായിട്ടില്ലെങ്കിൽ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കണമെന്ന് പറഞ്ഞു. അതിന് നല്ലൊരു തുക ചിലവാകുകയും ചെയ്യും. ഞങ്ങൾ ഈ കാര്യം ഉടമ്പടിയിൽ വെച്ച് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അതിനോടൊപ്പം ഡോക്ടർ പറയുകയുണ്ടായി പല്ല് സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇനി എക്കോ ചെയ്തതിന് ശേഷമേ കൊച്ചിൻ്റെ പല്ലിന് കമ്പി ഇടാവുള്ളൂ എന്ന്. ഞങ്ങൾ ഇവിടെ വന്ന് കൃപാസന റാലിയിൽ 2022 മുതൽ 2025 വരെ ഈ കാര്യത്തിന് വേണ്ടി ഞങ്ങളെ കൃപാസന റാലിയിൽ കൊച്ചുൾപ്പെടെ എല്ലാവരും വന്ന് കൃപാസന ജപമാല റാലിയിൽ പങ്കെടുക്കുകയും ഇവിടുത്തെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ കാര്യം നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് 2-3 ആഴ്ച മുമ്പ് ഞങ്ങൾ കൊച്ചിൻ്റെ പല്ല് കമ്പി ഇടുന്നതിന് വേണ്ടി ഈ എക്കോ വീണ്ടും ചെയ്യുകയുണ്ടായി. 15 വയസ്സായപ്പോഴാണത് ചെയ്തപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ മാതാവ് ഈശോ വഴി ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു കൃപയായിരുന്നു. കൊച്ചിൻ്റെ ഹാർട്ടിന് ഒരു കുഴപ്പമില്ലാതെ വാൽവ് ശരിയാക്കി കിട്ടി. ഇത് പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ കാര്യം ഞങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്തതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് സ്തുതി നന്ദി അർപ്പിക്കുന്നു. പിന്നീട് എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ഒരു വേദനയുണ്ടായി, എന്തോ ഒരു തടസ്സമുണ്ടായി.
ഞങ്ങൾ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ അപ്പോൾ ഒരു സ്കാൻ ചെയ്യാൻ പറയുകയും ചെയ്തു. തൈറോയിഡിൻ്റെ ആയിരിക്കും എന്നോർത്ത് സ്കാൻ ചെയ്തപ്പോൾ തൈറോയിഡിൻ്റേതായി ഒന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറയുകയുണ്ടായി, ഒരു കാര്യം ചെയ്യും, MRI ചെയ്യാനായിട്ട് ഡോക്ടർ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈ കൃപാസനത്തിലേക്ക് കടന്നു വരികയും അവിടെ ഇരിക്കുന്ന ആ വിളക്കിൽ നിന്ന് തൈലം പൂശി തൊണ്ടയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഉടമ്പടി വയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഞാൻ MRI ചെയ്യാനായിട്ട് പോയപ്പോൾ അമ്മയുടെ കാശുരൂപം കയ്യിൽ പിടിക്കുകയും കൃപാസനത്തിൻ്റെ ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് MRI ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കണ്ടില്ല. അപ്പോഴാണ് അവർ എന്നെ ENT അടുത്തേക്ക് വിട്ടു. ആദ്യം സർജനെയായിരുന്നു കണ്ടിരുന്നത്. ENT പറയുകയുണ്ട്, 2 പ്രാവശ്യം എൻഡോസ്കോപ്പി ചെയ്തിട്ട് അവർക്കൊന്നും മനസ്സിലായില്ല, എന്തോ ഒന്ന് തൊണ്ടയിലുണ്ട്, അതെന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞു. അവ കഴലകൾ പോലെയാണ് അവർക്ക് തോന്നിയിരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇവിടുത്തെ സാക്ഷ്യത്തിൻ്റെ അകത്തെല്ലാം ആ സമയത്തുണ്ടായിരുന്ന സാക്ഷ്യത്തിലെല്ലാം തൊണ്ടയിൽ കഴലുകൾ ഉള്ളതായിട്ട് സാക്ഷ്യത്തിൽ കുറേ പേര് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് വീണ്ടും പേടിയായി. അപ്പോൾ ഞാൻ അവിടുന്ന് വേറെ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ENT കൊണ്ട് കാണിക്കുകയും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ വീണ്ടും എന്നോട് പറയുകയുണ്ടായി എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട്. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ റൂമിൻ്റെ മുമ്പിലായിട്ട് ഇവിടുത്തെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും തൈലം തൊണ്ണി പൂശുകയും നാവിൽ പുരട്ടുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻഡോസ്കോപ്പിക്ക് കയറിയത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ കാശുരൂപം ഉണ്ടായിരുന്നതാനും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഇയാളുടെ ഉമ്മിനീർ ഗ്രന്ഥിക്ക് എന്തോ ഒരു ചെറിയ വീക്കം മാത്രമേ ഉള്ളൂ, ഒരു മരുന്നും കഴിക്കേണ്ടതില്ല എന്ന്. എനിക്ക് ഭയം ഉണ്ടാകാനായിട്ട് കാരണം ഞാൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എന്നോട് ഒരു ദിവസം രാത്രി വന്ന് പറയുകയുണ്ടായി തൊണ്ടയ്ക്ക് ക്യാൻസർ വരുന്നതായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഭയന്നത്. പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ഈശോ, അമ്മയുടെ മധ്യസ്ഥതാൽ ഈശോ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഒരു കുഴപ്പവും കൂടാതെ പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിച്ചു. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പിന്നീട് എൻ്റെ ജീവിത പങ്കാളി കുറച്ച് തടിയെടുത്ത് വെട്ടുകയുണ്ടായി. അതിന് കുറേ പൈസ ലക്ഷങ്ങൾ കൊടുക്കണമായിരുന്നു. ആ കുറച്ച് പൈസ ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചുള്ളൂ. അതെൻ്റെ ഒരു ബന്ധുവിൻ്റേതായിരുന്നു. ആ പൈസ കൊടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ പൈസ കൊടുക്കാനായിട്ട് പറ്റണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ബൈബിളിലൂടെ ഈശോ എന്നോട് സംസാരിക്കുകയുണ്ടായി. ഞാൻ അന്ന് 19 അധ്യായമാണ് വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എനിക്ക് 21 ഒരു ഡേറ്റ് ബൈബിളിൽ തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ ഓർത്തു, എന്തുകൊണ്ടാണ് ഞാൻ 21 അധ്യായം അല്ലല്ലോ വായിക്കുന്നത്, 19 വായിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് ഓർത്ത് പെട്ടെന്ന് എൻ്റെ കണ്ണൊന്ന് ചിമ്മുകയുണ്ടായി. ഞാൻ വീണ്ടും തുറന്നു നോക്കിയപ്പോൾ വലിയ അക്ഷരത്തിൽ 21 എന്ന അക്കം തെളിഞ്ഞു വന്നു. എൻ്റെ അനിയത്തി ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ അവളെ വിളിച്ച് പറയുകയുണ്ടായി, എടി ഈശോ എന്താണ് ഇങ്ങനെ കാണിച്ചതെന്ന് അറിയില്ല, 21 ദിവസത്തിന് ശേഷമാണോ അത് അടുത്ത 21-ാം തീയതിയാണോ ഈശോ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അവൾ എന്നോട് പറയുകയുണ്ടായി, ചിലരൊക്കെ സാക്ഷ്യത്തിൻ്റെ അകത്ത് പറയാറുണ്ട് 21-ാം തീയതിക്ക് 21 ദിവസങ്ങൾക്ക് ശേഷമാണ് കാണുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ആ കാര്യം വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ 21-ാം തീയതി തന്നെ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവനും പൈസയും കൊടുത്ത് തീർത്ത് ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. അത് ഞങ്ങളുടെ ഒരു മിടുക്കുമല്ല, പരിശുദ്ധ അമ്മയെ ഈശോ വഴി ഞങ്ങൾക്ക് തന്ന വലിയൊരു കൃപയാണ്. അതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു. പിന്നീട് ഞങ്ങൾക്ക് കൃപാസനത്തിലേക്ക് വരുന്നതിന് വേണ്ടി കാറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചിലപ്പോഴൊക്കെ അമ്മയോട് പറയുമായിരുന്നു, അമ്മയെ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് എല്ലാ മാസവും ഇവിടെ വരാനായിട്ട് ഈ ശുശ്രൂഷയ്ക്കായി കടന്നു വരാൻ സാധിക്കുമായിരുന്നല്ലോ എന്ന്. ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും കാറുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ ആങ്ങളയുടെ അടുത്തു നിന്നാണ് വാഹനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നല്ലൊരു വാഹനം പുതിയൊരു വാഹനം മേടിക്കാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനാണ് ഞങ്ങളെ എല്ലാ മാസവും തന്നെ ഞങ്ങൾ കൃപാസനത്തിലേക്ക് കടന്നു വരാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസവും കൃപാസന പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഓരോ പത്രത്തിലും കൃപാസനം തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും കാഴ്ചരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാറുണ്ട്. അത് ടാക്സി സ്റ്റാൻഡിൽ, ഓട്ടോ സ്റ്റാൻഡിൽ, പള്ളികളിൽ, അക്രൈസ്തവരായ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് ഒക്കെ കൊടുക്കാറുണ്ട്. അമ്മയെപ്പറ്റി പറഞ്ഞും ഈശോയെപ്പറ്റിയും പറഞ്ഞുമാണ് കൊടുക്കുന്നത്. അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനും വളരെ ശ്രമിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. എല്ലാ മാസവും എല്ലാ ആഴ്ചയിലും തന്നെ അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യാറുണ്ട്. തുണി അലക്കി കൊടുക്കുക, കുളിപ്പിക്കുക, ബാത്റൂം കഴുകി കൊടുക്കുക, റൂം കഴുകി കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. പാവങ്ങളായിട്ട് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് അവരിങ്ങോട്ട് ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 50 നോൻപിൽ 40 ദിവസവും ഒരു നേരം ഉപവസിച്ച് എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. 10 ദിവസം ഉപവസിക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് അസുഖം വന്നുകൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ 40 ദിവസം പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് ഈശോ ഇങ്ങനെ പറയുന്നതായിട്ട് തോന്നി, പെസഹായ്ക്ക് ഒരു കുടുംബത്തെ സഹായിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ സാധാരണ പെസഹായ്ക്ക്
തേങ്ങ ഇടുമ്പോൾ കുറച്ച് തേങ്ങ നമുക്ക് കിട്ടുന്ന 50 തേങ്ങയാണ്, ഒരു 5 തേങ്ങ ഞങ്ങൾ പുറത്ത് കൊടുത്ത് സഹായിക്കാറുണ്ട് ഇല്ലാത്തവർക്ക്. അങ്ങനെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിക്കുകയുണ്ടായി, ഈശോയെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന്. പെട്ടെന്നൊരു ഫാമിലിനെ ഈശോ കാണിച്ചു തരികയുണ്ടായി. അപ്പോൾ തന്നെ ഈശോ ഇങ്ങനെ എന്നോട് പറയുന്നതായിട്ട് തോന്നി, ഈ തേങ്ങായും മാത്രമായിട്ടല്ല കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ട കാര്യങ്ങളും കൂടെ ചെയ്തു കൊടുക്കണമെന്ന്. പെട്ടെന്ന് തന്നെ ഞാൻ ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരും കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതാണ്. അപ്പോൾ തന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാരെയും വിളിച്ച് ആ കുടുംബത്തിന് വേണ്ട അരി ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും 2-3 മാസത്തേക്കുള്ള ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കാനായിട്ട് സാധിച്ചു. ഇതെൻ്റെ മിടുക്കുകളൊന്നുമല്ല, വലിയ കൃപയാണ് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും. അമ്മ ഈശോയും ചെന്ന ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഇവിടെ വരുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുകയും ദിവ്യബലി സംബന്ധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും കൂടുതൽ ആഴമായ വിശ്വാസവും ബോധ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതോടുകൂടി കൂടുതൽ ഈശോയിലേക്ക് വളരാനായിട്ട് സാധിച്ചു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈശോ എൻ്റെ അടുത്ത് വന്നിട്ട് ഈശോയുടെ ഹാർട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ മുല്ലപ്പൂവിൻ്റെ മണമായിട്ട് വിശുദ്ധ കുർബാനയിൽ, കൃപാസന ജപമാല റാലിയിൽ, ഉറക്കത്തിൽ എപ്പോഴും എനിക്ക് അമ്മയുടെ സമീപം ഉണ്ടാകാറുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ജപമാല ബൈബിളിൽ തെളിഞ്ഞു വരികയുണ്ടായി. അങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ അമ്മ ഈശോയും വഴി എനിക്ക് അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും 1000 നന്ദി സ്തുതി അർപ്പിക്കുന്നു. ഇനിയും കൂടുതൽ സാക്ഷ്യങ്ങളുമായിട്ട് അമ്മയുടെ ആൾത്താരി വന്ന് കുടുംബമായിട്ട് വന്ന് സാക്ഷ്യം പറയാൻ തക്ക വിധം അമ്മ ഞങ്ങളെ ഉയർത്തണമെന്ന് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടെന്നാണ് വചനം പറയുന്നത്. കഴിഞ്ഞ കാലത്തിലും ഇന്നും വരാനിരിക്കുന്ന കാലത്തും നമ്മുടെ മുന്നിലും പിന്നിലും എല്ലാ സമയവും എല്ലാ നിമിഷവും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഉടമ്പടിയിൽ ആയിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരങ്ങൾ, ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നമ്മുടെ മേലുണ്ട് എന്നുള്ള സാക്ഷ്യങ്ങളാണ് നാം ഓരോ നിമിഷവും ഇവിടെ കേൾക്കുവാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ആരുമില്ല എന്ന തോന്നൽ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ആശങ്കകൾ, ജീവിതത്തിലെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന സമയങ്ങൾ, കുടുംബ ബന്ധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം കൈവിട്ടു പോയി എന്ന് തോന്നുന്ന നിമിഷങ്ങൾ, ഇവയെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ, ഉടമ്പടിയിലായിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും പ്രതിസന്ധികൾ എന്തൊക്കെയായാലും മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നാം ഒറ്റയ്ക്കല്ല. ഉടമ്പടി ദൈവത്തോടുള്ള ഒരു വലിയ ആത്മീയ ബന്ധമാണ്, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ ബന്ധം. ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ മധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് ഉറപ്പാണ്. ബിജി വിനോദ് എന്ന മകളുടെ സാക്ഷ്യത്തിൽ ആദ്യം കൃപാസനത്തെ പറ്റി കേൾക്കുകയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് മകൻ്റെ കൂട്ടുകാരന് വേണ്ടിയിട്ടാണ്. അക്വേറിയത്തിൽ വീണ് ഗ്ലാസ് പൊട്ടി വലിയൊരു സ്റ്റിച്ച് ഇടേണ്ടി വന്നു കാലിൻ്റെ മുട്ടിൽ. സ്റ്റിച്ചിട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് അത് കാല് നിവർത്തി വെക്കാനോ മടക്കാനോ സാധിക്കാത്ത ഒരു രീതിയിലായി. പ്രത്യേകിച്ച് മടക്കാൻ സാധിച്ചില്ല. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തത് ഫിസിയോതെറപ്പി ചെയ്താൽ ഒരുപക്ഷെ അത് ഭേദമാകും, അല്ലെങ്കിൽ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ്. ഈ കുടുംബം മകൻ്റെ കൂട്ടുകാരന് വേണ്ടി, ഈ മകന് വേണ്ടിയിട്ട് വിശ്വാസത്തോടെ ഉടമ്പടി വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകന് വീണ്ടും ഒരു വീഴ്ചയാണ്. ഒരുപക്ഷെ വീഴ്ചയിലും ദൈവത്തിൻ്റെ ഒരു കരമാണ് നാം അവിടെ കാണുന്നത്. വചനം പറയുന്നത് പോലെ ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചു എന്നാണ് സങ്കീർത്തനം 119:71 പറയുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തം ഈ മകൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാവുകയാണ്. ഈ മകൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ തടി വെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ആ തടിയുടെ മേലെ കാല് വെച്ചപ്പോൾ ഈ മകൻ വീണ്ടും വീണപ്പോൾ ഭയങ്കര ജേർക്കിലായിട്ട് ഒരു സൗണ്ട് വരികയും പിന്നീട് ഡോക്ടറിനെ കണ്ടപ്പോൾ കാല് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമില്ല, അതിപ്പോൾ ശരിയായി എന്നാണ് പറഞ്ഞത്.
ഇവിടെയാണ് വീഴ്ചയിൽ പോലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ കൂടാതെ തന്നെ ഈ മകൻ സുഖം പ്രാപിക്കുകയും ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഈ മകൻ വന്നിരിക്കുന്നത് കൂട്ടുകാരൻ്റെ അമ്മയുമായിട്ടാണ്. ഉടമ്പടി ജീവിതത്തിൽ നാം നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല, മറ്റുള്ളവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും അവരുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹം വരികയാണ്. അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ പ്രേക്ഷിത പ്രവർത്തനം. അങ്ങനെയാണ് ഈ മകൻ ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഈ സഹോദരിയുടെ പ്രാർത്ഥനയാൽ സൗഖ്യം പ്രാപിച്ച് അമ്മയ്ക്ക് നന്ദി പറയുവാനായിട്ട് നമ്മുടെ ആലയത്തിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അനിയൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതായത് ഹാർട്ട് ബീറ്റിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. എക്കോ ടെസ്റ്റിൽ ഹാർട്ടിന് വാൽവിന് വളവുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് 18-ാമത്തെ വയസ്സിൽ ക്ലിയർ ആകുമെന്നും പറഞ്ഞിരുന്നു. പിന്നീട് ഈ മക്കൾ ജപമാല റാലിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കുടുംബസഹിതം ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഉടമ്പടിയിലാണ്. ഹസ്ബൻഡും മക്കളും അമ്മയും എല്ലാവരും ഒന്നിച്ചാണ് ജപമാല റാലിക്ക് വരികയും ഈ അനിയൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തത്. പിന്നീട് ഒരു മാസം മുമ്പ് വീണ്ടും അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ 15-ാമത്തെ വയസ്സിൽ, അതായത് 18-ാമത്തെ വയസ്സിൽ ഇത് ക്ലിയർ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. 15-ാമത്തെ വയസ്സിൽ ടീത്തിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ വീണ്ടും ഡോക്ടർ പറഞ്ഞത് അവിടെ വലിയൊരു സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഒരു സാന്നിധ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഹാർട്ടിൻ്റെ വാൽവിന് വളവുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴത് മാറ്റം വന്നു. അത് ഈശോയുടെയും അമ്മയുടെയും ഇനി പേടിക്കാനൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ കൃപയായിട്ടാണ് ഈ മക്കളിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. അവിടെയും നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ ടെസ്റ്റിന് പോകുമ്പോഴും ഈ മകളുടെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഹാർട്ടിൻ്റെ പ്രോബ്ലം ക്ലിയർ ആകാൻ സാധിച്ചത്. അവിടെയും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയ കൃപയാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയുടെ സാന്നിധ്യവും മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീടുണ്ടായിരുന്ന എക്സാമാണ്. പിന്നെ ഈ സഹോദരിയുടെ തൈറോയിഡിൻ്റെ കാര്യമാണ്. തൊണ്ടയ്ക്കുണ്ടായിരുന്ന തടസ്സമാണ്. കഴലുകൾ പോലെ എന്തോ പ്രശ്നങ്ങളുണ്ട് തൊണ്ടയ്ക്കെന്നാണ് പറഞ്ഞിരുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നപ്പോൾ ആ ഫ്രണ്ടിലുള്ള മെനോറയിൽ നിന്ന് തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സലൈൻ ഗ്ലാൻഡിൻ്റെ തടിപ്പ് മാറി. ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല. ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടുവെന്നാണ്. ഈ മകള് തൊണ്ടയിൽ ക്യാൻസർ ആകുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സ്വപ്നം പോലെ വന്നു. പക്ഷെങ്കിൽ ഈശോയും അമ്മയും അത് തന്നെ എടുത്തു മാറ്റിയെന്നാണ് ഈശോയ്ക്കും നന്ദി പറയാഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അതും ഇവിടെയും ഉടമ്പടി തൈലമായ മെനോറയിൽ നിന്ന് എടുത്ത ആ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ഉടനെ തന്നെയാണ് ഈ മകൾക്ക് സൗഖ്യം ലഭിച്ചത്. അതും ഈശോയുടെ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരുവാനായിട്ടും പോകുവാനായിട്ടും ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആഗ്രഹിച്ചു. അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ഒരു വാഹനം നൽകുകയും ഈശോയും അമ്മയും ആ വാഹനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് ഇവിടെ സന്ദർശിക്കുവാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. കൊടുക്കുവാനുണ്ടായിരുന്ന പണം 21 എന്ന നമ്പർ ഈശോ കാണിച്ചു കൊടുക്കുകയും ആ 21-ാം തീയതിക്ക് മുൻപ് തന്നെ വർഷങ്ങളായിട്ട് കൊടുക്കുവാൻ സാധിക്കാത്ത കടം തീർക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്നാണ്. ഇവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാണ്. 2 കൊറിന്ത്യൻസ് 12:9 പറയുന്നത് നിനക്കെൻ്റെ കൃപ മതിയെന്നാണ്. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കുന്നത് എന്നാണ്. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ കഴിവില്ലായ്മയിൽ, നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളിലാണ് ഈശോയുടെ കൃപ നമുക്ക് ലഭിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ വലിയ കൃപയാലാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും ലഭിക്കുന്നത്. വിശ്വാസം മാത്രമല്ല, വിശ്വസ്തതയാണ് ഉടമ്പടിയിൽ ഈശോയും അമ്മയും നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ തീക്ഷ്ണതയോടെ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ താങ്ങി നിർത്തുന്ന മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്ന ആ ദൈവത്തെ കാണുവാനും അനുഭവിക്കാനും നമ്മൾക്ക് സാധിക്കും. അവിടുത്തെ കരം എൻ്റെ മേലുണ്ടെന്ന് പറയുവാനും നമുക്ക് പറയുവാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ മുൻപിലും പിൻപിലുമുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് പരിശുദ്ധ അമ്മ കൃപാസന അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഈശോയും അമ്മയും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാനായിട്ട് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ബിജി വിനോദിനും കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.
യേശുവെ നന്ദി, യേശുവെ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.